ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഔഷാദ്, റോയൽ ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ലോങ്ങൻ, എൻ്റെ മുറ്റത്ത് ഞാൻ വെച്ച ഒരു ലോങ്ങൻ കായ്ച്ചിട്ടുണ്ട്. നമ്മുടെ ഡയമണ്ട് റിവറാണ് ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കായ്ച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് വന്നിരിക്കുന്നത്. നമുക്ക് മുറ്റത്ത് നിലത്ത് വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് കായ്പ്പിക്കാൻ പറ്റുന്ന ഒരു ഇനം ലോങ്ങനാണ് നമ്മുടെ ഡയമണ്ട് റിവർ. നമുക്ക് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയിൽ എത്രയും പെട്ടെന്ന് നമുക്ക് കായ്ച്ച് കിട്ടുന്നതായിട്ടുള്ളൊരു വെറൈറ്റി നമ്മുടെ ഡയമണ്ട് റിവർ തന്നെയാണ്. ഇതിന് നമുക്ക് അത്യാവശ്യം വെക്കുന്ന സമയങ്ങളിൽ കുറച്ച് വളപ്രയോഗം ചെയ്യണം. വളപ്രയോഗം ചെയ്താൽ മാത്രമേ നമുക്ക് ലോങ്ങൻ പോലുള്ള വെറൈറ്റികൾ നമുക്ക് നമ്മുടെ ഇവിടുത്തെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ കായ്ച്ച് കിട്ടുകയുള്ളൂ. ഏതായാലും ഇതൊന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല മധുരമുണ്ട്. അതുപോലെ സീഡ് ഒരു വലിയൊരു സീഡൊന്നുമല്ല, ചെറിയൊരു സീഡ് തന്നെയാണ്. അത്യാവശ്യം നല്ല മധുരമുള്ള വെറൈറ്റി തന്നെയാണ് നമ്മുടെ ഈ ഡയമണ്ട് റിവർ. നമുക്ക് ഒരുപാട് വെറൈറ്റി ലോങ്ങൻ നമുക്കിന്ന് നഴ്സറികളിൽ നിന്ന് കിട്ടാനുണ്ട്. ഞാൻ ഒരു 4-5 വെറൈറ്റികൾ, അതായത് നമുക്ക് നിലത്ത് വെക്കണമെങ്കിൽ ഏറ്റവും നല്ല വെറൈറ്റി നമുക്ക് ഡയമണ്ട് റിവർ തന്നെയാണ്. നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് വീട്ടിൻ്റെ മുറ്റത്ത് നിലത്ത് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ നമുക്ക് കായ്ച്ച് കിട്ടണമെങ്കിൽ, ഇതിപ്പോൾ എൻ്റെ ആദ്യമായിട്ട് കായ്ക്കുന്നതാണ്. നിങ്ങൾ കണ്ടില്ലേ, ഇതാ ഇതിൻ്റെ മുകളിൽ ഭാഗത്തൊക്കെ കായ്ച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഫസ്റ്റിലത്തെ കായ്ക്കലാണ് ഈ കാണുന്നത്. അപ്പം നമുക്ക് ഇതിപ്പം വെച്ചിട്ട് ഇപ്പം 3 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം 3ാമത്തെ വർഷം മുതൽ തന്നെ നമുക്ക് കായ്ഫലങ്ങൾ കിട്ടാൻ തുടങ്ങി. അതുപോലെ തന്നെ ഞാൻ മുമ്പ് വലിയ വില കൊടുത്തിട്ട് 1-2 ലോങ്ങൻ ഞാൻ എൻ്റെ ഗാർഡനിലൊന്ന് വെച്ചിട്ടുണ്ട്. ഒരു 8 വർഷത്തോളമായിട്ട് അത് കായ്ച്ചിട്ടില്ല. അത് രണ്ടും കായ്ച്ചിട്ടില്ല. കാരണം അന്നത്തെ ഇതിൽ വലിയ വിലയാണ്, 2500 രൂപ റേറ്റ് കൊടുത്തിട്ട് വാങ്ങിച്ച് വെച്ചതാണ്. അവർ മുമ്പൊക്കെ കൽക്കട്ട പ്ലാന്റുകളൊക്കെ വരുന്നത് നമ്മുടെ സീഡ് മുളപ്പിച്ചിട്ട് 2 കൂട്ടി വെച്ച് ടൈറ്റ് ചെയ്തിട്ട് അപ്രോച്ച് ചെയ്തിട്ടൊക്കെ വരുന്ന തൈയാണ്. അതൊന്നും നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെ കുറേ ആൾക്ക് ഇപ്പോഴും എന്നെ വിളിച്ചിട്ട് ലോങ്ങൻ്റെ തൈകൾ കായ്ക്കുന്നില്ല, എന്ത് ചെയ്യണം എന്നൊക്കെ പലയാളും ചോദിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ കാരണം ഇതാണ്, നമ്മൾ തൈകൾ വാങ്ങിച്ചിട്ട് അതിൽ പറ്റിപ്പോകുന്നതാണ്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയങ്ങളിൽ നമ്മുടെ ഇവിടെ നിന്ന് ഗ്രാഫ്റ്റിങ്ങോ ബഡ്ഡിങ്ങോ ചെയ്ത തൈകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ നിലത്ത് വെക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നമുക്ക് ഡയമണ്ട് റിവർ തന്നെയാണ്. ഡയമണ്ട് റിവർ നമ്മൾ കുറച്ച് പരിചരണം, അതായത് വെക്കുന്ന സമയങ്ങളിൽ നമ്മൾ 2-2 കുഴിയെടുക്കുക. ആദ്യം നമ്മൾ ലോങ്ങനോ അല്ലെങ്കിൽ റംബുട്ടാനോ അങ്ങനെയുള്ള എന്ത് തൈകൾ വെക്കുന്നുണ്ടെങ്കിലും ആദ്യം ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം 2-2 അളവിൽ, അതായത് 2 അടി താഴ്ചയിലും 2 അടി വീതിയിലും നല്ല രീതിയിൽ കുഴിയെടുത്തതിന് ശേഷം അതിൻ്റെ മണ്ണുകൾ കംപ്ലീറ്റ് വാരി മുകളിലേക്ക് ഇടുക. അതിന് ശേഷം കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത് മുകളിലത്തെ ഇട്ട മണ്ണിലേക്കും കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത് ഒരു 10-15 ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതായത് പുളിപ്പ് രസം പോകാൻ വേണ്ടിയിട്ടാണ്. അതായത് ബാലൻസ് ചെയ്യാൻ, അസിഡിക്ക് നമുക്ക് ബാലൻസ് ചെയ്ത് pH ലെവല് നമുക്ക് 6.5-7 ഉള്ളിലായിട്ട് തന്നെ നമുക്ക് pH ബാലൻസ് ചെയ്ത് നിർത്തണം. അതിനാണ് നമ്മൾ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത് വെക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഒരു 2 കൊട്ട ചാണകപ്പൊടിയും 1 കിലോ എല്ലുപൊടിയും ഒരു 500 ഗ്രാം വേപ്പും പിണ്ണാക്കും കൂടി മുകളിലിട്ട മണ്ണിലേക്ക് കംപ്ലീറ്റ് മിക്സ് ചെയ്യുക. നമ്മൾ ആ കോഴിയിട്ട മണ്ണിലേക്ക് കംപ്ലീറ്റ് മിക്സ് ചെയ്ത് ആ മണ്ണ് കംപ്ലീറ്റ് ആ കുഴിയിലേക്ക് തട്ടിയിടുക. തട്ടിയിട്ടതിന് ശേഷം നമ്മൾ ചെറിയ തൈയാണ് വെക്കുന്നതെങ്കിൽ അതിന് ആ കുഴിക്ക് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പാക്കറ്റ് നമുക്ക് കാണാമല്ലോ, ആ ഒരു പാക്കറ്റിനനുസരിച്ചിട്ട് ഒരു പിള്ളക്കുഴി എടുത്തിട്ട് അതിൻ്റെ ഗ്രാഫ്റ്റിങ്ങോ ബെഡിങ്ങോ മുകളിൽ വരുന്ന ഭാഗങ്ങളിൽ വെച്ചിട്ട് നമ്മളതിനെ നട്ടുകൊടുക്കുക. അത് നല്ല ഗ്രോത്ത് വെച്ച് കയറാൻ തുടങ്ങും. അങ്ങനെ ഒരു പിറ്റേത്തെ വർഷം, പിന്നെ ആ വർഷം നിങ്ങൾ ഒരു വളപ്രയോഗം ചെയ്യരുത്. പിന്നേത്തെ വർഷം നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് രാസവളം കൊടുക്കണം. നിർബന്ധമായിട്ടും ലോങ്ങൻ കായ്ക്കണമെങ്കിൽ രാസവളം കൊടുത്തേ പറ്റുള്ളൂ. രാസവളം അതായത് 18-18-18 കൊടുക്കുക. 18-9-18 നമുക്കിപ്പോൾ കിട്ടാനുള്ളൂ. അതിനൊരു കിലോയ്ക്ക് 30 രൂപയ്ക്കുള്ളിലേ ഉള്ളൂ. അത് നമ്മൾ വാങ്ങിച്ചിട്ട് ഒരു 250 ഗ്രാം വേരിൽ നിന്ന് കുറച്ച് അകലം പാലിച്ചിട്ട് നമ്മൾ രാസവളം ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇലകളിൽ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ്, അതുപോലെ SOP സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്, അതുപോലെ തന്നെ പൊട്ടാസ്യം നൈട്രേറ്റ്, ഇതൊക്കെ നമ്മൾ ഡിസംബർ നവംബർ ആ മാസങ്ങൾ മുതൽ നമ്മൾ ഇലകളിൽ 15 ദിവസം ഇടവിട്ടിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ലോങ്ങൻ പോലുള്ള വെറൈറ്റികൾ നമ്മുടെ നാട്ടിൽ നമുക്ക് കായ്പ്പിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ.
അതുപോലെ നിങ്ങൾ ചട്ടിയിലോ ഡ്രമ്മിലോ നിങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഡയമണ്ട് റിവൽ പോലുള്ള വെറൈറ്റികൾ നിങ്ങൾ ചട്ടിയിലോ ഡ്രമ്മിലോ സെറ്റ് ചെയ്യാൻ നിൽക്കരുത്. കാരണം ഇതിന് വളർച്ച കൂടുതലാണ്, വേരോട്ടം കൂടുതലാണ്. ഇങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ അത് കായ്ക്കുകയുള്ളൂ. ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതങ്ങനെ പരിചരിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡയമണ്ട് റിവർ പോലുള്ളത് നമുക്ക് ഡ്രമ്മിലോ ചട്ടിയിലോ കായ്പ്പിക്കാൻ പറ്റുകയുള്ളൂ. നമുക്ക് ഡ്രമ്മിലോ ചട്ടിയിലോ കായ്പ്പിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് വൈറ്റ് ലോങ്ങൻ നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ 4 സീസൺ നമുക്ക് സെലക്ട് ചെയ്യാം. അതും അല്ലെങ്കിൽ നമുക്ക് പിങ് പോങ് സെലക്ട് ചെയ്യാം. ഇങ്ങനെയുള്ള വെറൈറ്റികൾ നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡ്രമ്മിലോ ചട്ടിയിലോ നമുക്ക് കായ്പ്പിക്കാൻ പറ്റുന്നതാണ്. മറ്റുള്ള കുറേ ഇപ്പോഴത്തെ ഒരുപാട് വെറൈറ്റികളുണ്ട്, അതിനെക്കുറിച്ചിട്ടൊന്നും അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതിലൊക്കെ കെമിക്കലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കായ്പ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. കെമിക്കൽ ചേർത്തിട്ട് നമുക്ക് ഈ ലോങ്ങൻ പോലുള്ള വെറൈറ്റികൾ കായ്പ്പിച്ചിട്ട് അത് ഭക്ഷിക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നേരം നമ്മൾ ചോദിക്കും രാസവളം കൂടാതെ കഴിയില്ല. കാരണം രാസവളം അത്യാവശ്യം കുറച്ച് കൊടുക്കണം. രാസവളത്തിലെ പോലെയല്ലല്ലോ കെമിക്കലിട്ട് കായ്പ്പിക്കുന്നതും. അതുപോലെ മാവ് കായ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ചിലവർ നമ്മുടെ ഈ വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെ മാവ് കൃഷി ചെയ്യുന്നവർ ചെയ്യുന്ന കാര്യം എന്താ, കൾട്ടാർ പോലുള്ള കെമിക്കൽ ഒഴിച്ചിട്ടാണ് മാവിനെ കായ്പ്പിക്കുക. അതുപോലൊരു രീതി തന്നെയാണ് നമ്മുടെ ഈ കെമിക്കൽ ഒഴിച്ചിട്ട് ലോങ്ങൻ കായ്പ്പിക്കുന്നതും. അത് കായ്പ്പിച്ചിട്ട് നമ്മൾ ഭക്ഷിക്കുന്നതിലും നല്ലത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. അത് ഇഷ്ടം പോലെ നോക്കിയിട്ട് ചെയ്യുക. നമ്മുടെ വീട്ടാവശ്യത്തിന് നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയമണ്ട് റിവർ പോലെയോ അല്ലെങ്കിൽ വൈറ്റ് ലോങ്ങൻ പോലെയോ അല്ലെങ്കിൽ 4 സീസൺ പോലെയുള്ള ലോങ്ങനുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് കായ്പ്പിച്ചിട്ട് ഭക്ഷിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനാബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ലോങ്ങൻ വെറൈറ്റികൾ നമ്മൾ വിളവെടുക്കുന്ന സമയങ്ങളിൽ ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഈ ഒരു കൊല കായ്ച്ചതാണ്. ഇപ്പോൾ ഈ കൊല കായ്ച്ചതിൻ്റെ കുറച്ച് മുകളിൽ ഭാഗം വെച്ചിട്ട് നമ്മൾ ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിനെന്താ ഒരു പ്രൂണിങ്ങും ആയി. നമ്മളെ റംബുട്ടാനൊക്കെ കായ്ക്കും പോലെ കട്ട് ചെയ്യും പോലെ തന്നെ നമ്മൾ ഈ രീതിയിൽ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ പുതിയ മുകുളങ്ങൾ വന്നോളും. നമ്മൾ ഈ രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്ത് കുറച്ച് കയറ്റി കൊലയോട് കൂടി തന്നെ നമ്മൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് ഇങ്ങനെ ഒരു ലോങ്ങനൊക്കെ നമ്മൾ വിളവെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യമില്ല. അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.